അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള കേക്ക് കുറേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അത് കണ്ട് മടുത്ത് കാണും. പക്ഷെ എനിക്ക് ഈ ഒരു കേക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ക്രൈസ് ഇതുവരെ മാറിയിട്ടില്ല. കാരണം ഈ ഒരു കേക്ക് ഷേപ്പ് ചെയ്ത് നൈസിംഗ് ഒക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്ത് വരുമ്പോൾ ഉള്ള ലുക്കിൽ എൻ്റെ മനസ്സങ്ങ് നിറയും. അതുകൊണ്ട് ഞാൻ പിന്നെ 1.5 കിലോയുടെ ഒരു കേക്കിന്റെ ഓർഡർ വന്നാൽ ഈ ഒരു ഷേപ്പിൽ അങ്ങ് ചെയ്യാറാണ് പതിവ്. അതിന് കസ്റ്റമർ പറയണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. കേക്കിൽ റൈറ്റിംഗ്സ് കൊടുക്കുമ്പോൾ എനിക്ക് പറ്റുന്ന ഒരു തെറ്റിനുള്ള പരിഹാരമാണ് കേട്ടോ ഈ കാണുന്നത്. ഇതേപോലെ ഒരു വുഡൻ സ്റ്റിക്ക് ഇങ്ങനെ ഒന്ന് ഒടിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ്. കാരണം കറക്റ്റ് നേരെ എഴുതാൻ വേണ്ടിയാണ് കേട്ടോ. ഞാൻ എപ്പോൾ എഴുതിയാലും ആ ഒരു ലൈൻസിന് ഒരു ചരിവ് കാണും. അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു ഐഡിയ. എന്തായാലും സംഭവം ഏറെക്കുറെ വർക്കായിട്ടുണ്ട് കേട്ടോ. കാരണം വലിയ കുഴപ്പമില്ലാതെ നേരെ തന്നെ എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട് കേക്കില്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കണം. അപ്പൊ ഡെയ്സി ഫ്ലവേഴ്സിന്റെ ആ ഒരു ഷേപ്പിലുള്ള ഫ്ലവേഴ്സ് ആണ് വരച്ച് നമ്മൾ കൊടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇതേപോലെ പെറ്റൽ നോസലിന്റെ തന്നെ ആ ഒരു എഡ്ജ് കുറച്ചുകൂടി വിട്ട് കൂടിയ ടൈപ്പ് നോസിലാണ് യൂസ് ചെയ്തേക്കുന്നത്. 611 നോസിലല്ല ഇത്. നമ്മൾ ഈ ക്രീമിൽ യൂസ് ചെയ്തേക്കുന്ന കളർ ഷുഗറിന്റെ പിങ്ക് കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ക്രീം കുറച്ചൊന്ന് ലൂസ് ആയിരിക്കണം. നമ്മൾ കേക്ക് ഐസിങ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ക്രീമിന്റെ കൺസിസ്റ്റൻസി ആയിരിക്കരുത്. കുറച്ചുകൂടി ഒന്ന് ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫ്ലവേഴ്സ് ഇത്ര സ്മൂത്ത് ആയിട്ട് വരച്ചെടുക്കാൻ പറ്റൂ. കേക്കിൽ നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം കേക്കിന് ഒരു ബോർഡർ ഡിസൈനും കൊടുത്ത് പിന്നെ ആ ഒരു ഫ്ലവേഴ്സിന്റെ എല്ലാം നടുക്കായിട്ട് ഓരോ ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. വൈറ്റ് കളർ പേളാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ അതുകൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു. എനിക്ക് ഈ കേക്ക് എത്ര ചെയ്താലും മതി വരത്തില്ല കേട്ടോ. ഈ കേക്ക് എങ്ങനെ ഡിസൈൻ ചെയ്താലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കേക്ക് 2 kg എബോ ഉണ്ടായിരുന്നു കേട്ടോ കേക്കിന്റെ വെയിറ്റ്. അപ്പൊ എന്തായാലും ഇന്നത്തെ കേക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കണ്ട. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.